പെൺമക്കൾ. സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേത മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സംഘടനയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേത മേനോൻ വിജയം നേടിയത്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉണ്ണി ശിവപാൽ വിജയിച്ചു. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയുമാണ് വൈസ് പ്രസിഡന്റുമാർ. അവരുടെ സ്വന്തം കുടുംബമാണ്. ആർക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ, ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണൽ അവര് പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണൽ ആയിട്ട് പോയിട്ട് കാണാം. പക്ഷേ അവര് ഓക്കെ ആണ്. അങ്ങനെ എനിക്കറിയില്ല. ഞാൻ ദിനോ ഞാൻ അടിക്കേ അത് ആദ്യമായിട്ട് കിട്ടിയ ഒരാളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ട് അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു. ഇതാ ഒരു സ്ത്രീയായി. ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടേഴ്സാണ്. ഒരു ആക്ഷൻ, ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും നയിക്കുന്നത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അഗൈൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല, അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ശ്വേത മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് എന്നാണ്. അതാണ് ആ സ്പിരിറ്റ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വനിത തന്നെ വലിയ, അതും എൻ്റെ ഒരു വാദം, എൻ്റെ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ വനിത ഷുഡ് ഫൈറ്റ് ആൻഡ് വിൻ. അതുപോലെ തന്നെ ശ്വേത ഫോർട്ട് ആൻഡ് വിൻ. സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്വേതയുടെ കൂടെ, കാരണം വെച്ചാൽ അമ്മ എന്ന അസോസിയേഷൻ്റെ അതിൽ വൈകാരികമായ ബന്ധമുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും ശ്വേതയുടെയും ഈ ടീമിൻ്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും. വെരി ഹാപ്പി. പക്ഷേ ഞാൻ സത്യം പറയാണ്, നമ്മളുടെ പേട്രൻസ് ആയ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് അവരെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവർ വേണം. ആൻഡ് അവർ നമ്മളെ പേട്രനൈസ്, എല്ലാവരും അവരെ പേട്രൻസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദെയർ ബ്ലെസ്സിങ്സ്. നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരും ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ എടുക്കാൻ പറ്റും. ഐ ആം സോ ഹാപ്പി. ഇവിടെ ഒരുപാട് ചർച്ച നടന്നു, അത്രേ ഉള്ളൂ. നമ്മളുടെ ഒരു 5 മിനിറ്റ്സ് നമ്മൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഒരു ചരിത്ര നിമിഷമാണ് മലയാള സിനിമയിലെ താരസംഘടനയെ സംബന്ധിച്ച്. ഇത്രയേറെ സ്ത്രീ അംഗങ്ങൾ ഉണ്ടായിട്ടും 31 വർഷത്തെ ചരിത്രത്തിൽ അവിടേക്ക് വനിതകൾ കയറിയിരുന്നിട്ടില്ല. ഇതാദ്യമായി കസേര വലിച്ചിട്ട് 2 സ്ത്രീകൾ സംഘടനയെ നയിക്കാൻ എത്തുകയായിരുന്നു. എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ്? എത്രത്തോളം ആവേശകരമായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ 31 വർഷത്തെ അമ്മ എന്ന താരസംഘടനയുടെ ചരിത്രത്തിലെ 31 വർഷത്തിനിടയിൽ ആദ്യമായാണ് 2 വനിതകൾ പ്രത്യേകിച്ചും അമ്മയുടെ കീ പോസ്റ്റിലേക്ക് വരുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനുമാണ്. അത് മത്സരിച്ച് ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. അതേസമയം വലിയ ആരോപണങ്ങൾ ഈ 2 സ്ത്രീകളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ് തന്നെ വലിയ ആരോപണങ്ങൾ നേരിട്ടിരുന്നു. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ തവണത്തെ ഭാരവാഹി കമ്മിറ്റി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം അത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയാനാകാതെയാണ് അമ്മ അടിയന്തരമായി അതിൻ്റെ ഭാരവാഹി കമ്മിറ്റി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതും തുടർന്ന് അഡ്ഹോ കമ്മിറ്റി ചുമതലയേൽക്കുകയും തുടർന്നാണ് ഇപ്പോൾ അമ്മ വലിയ തെരഞ്ഞെടുപ്പിലേക്ക്, അതായത് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് അമ്മ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. തുടക്കം മുതൽ തന്നെ അമ്മയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഡോമിനേഷൻ നൽകുന്ന സാഹചര്യത്തിൽ തന്നെ വലിയ ആരോപണങ്ങൾ
പ്രശ്നങ്ങളായിരുന്നു താരങ്ങൾ, അതായത് നോമിനേഷൻ നൽകിയിരുന്ന ആളുകൾ തന്നെ നേരിടേണ്ടി വന്നിരുന്നത്. അതിൽ പ്രത്യേകിച്ചും ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനാണ് മത്സരിച്ച അനൂപ് ചന്ദ്രൻ ആദ്യ ആരോപണമായി രംഗത്തെത്തിയത്. അത് ബാബുരാജിനെതിരെ ആരോപണ വിധേയർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യമുന്നയിച്ച് അനൂപ് ചന്ദ്രനായിരുന്നു ആദ്യം രംഗത്തെത്തിയിരുന്നത്. അതേസമയം അനൂപ് ചന്ദ്രൻ ഇപ്പോൾ മത്സരത്തിൽ തോറ്റിരിക്കുകയാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശോഭാലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരമാണ്. ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയുമാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത്. മറ്റൊന്ന് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനാണ്. 4 വനിതാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അത് സംവരണമാണ്, വനിതാ സംവരണമാണ്. സരയു മുൻപ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന സരയു, അതുപോലെ നീന കുറുപ്പ്, അഞ്ജലി നായർ, ആശാ രവീന്ദ്രൻ എന്നിവരാണ് 4 വനിതാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, ജോയ് മാത്യു, വിനുമോഹൻ, ഡോക്ടർ റോണി ഡേവിഡ്, സിജോയ് വർഗീസ് തുടങ്ങിയവരാണ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. 298 ആളുകളാണ് വോട്ട് ചെയ്തത്. 506 വോട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ. മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 12% വോട്ടുകൾ കുറച്ചാണ് ഇത്തവണ പോൾ ചെയ്തത് എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിരുന്നാൽ പോലും മാത്രമല്ല നിരവധി താരങ്ങൾ, പ്രധാനപ്പെട്ട താരങ്ങളൊക്കെയും വോട്ട് ചെയ്യാനുണ്ട്. അമ്മയുമായി പിണങ്ങി നിൽക്കുന്നവരെയും ഒന്നിച്ചു നിർത്തുമെന്നുള്ള ഒരു സജഷൻ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ഭാരവാഹിത്വത്തിന് രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരം ആരോപണങ്ങൾ, അതായത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. ഇനി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയായിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കൂടുതൽ എന്തൊക്കെ ചെയ്യാം, ഇത് വരുന്ന അതായത് ഈ 506 മെമ്പേഴ്സുമായി ആലോചിച്ച് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നു. അമ്മയുടെ സ്ഥാനത്തെ നയിക്കാൻ ഒരു സ്ത്രീ വേണം എന്ന് പറയുന്നു. സ്ത്രീ തന്നെ ആയിരിക്കുകയാണെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു. ഇനി എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. ശരി അജ്ഞ, ഇനി അറിയേണ്ടത് അമ്മയുടെ മുൻകാലങ്ങളിൽ അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ആ പെൺമക്കൾക്ക് നീതി കിട്ടുമോ, അവരെ തിരിച്ച് അമ്മയിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്വേതയുടെ നേതൃത്വത്തിന് കഴിയുമോ എന്നതൊക്കെയുള്ള ആകാംക്ഷയാണ് ഇനി ബാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു സംഘടനയുടെ ചരിത്രത്തിൽ 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അത്രയേറെ സ്ത്രീകളുള്ളൊരു സംഘടനയാണ്. അവിടേക്ക് 2 സ്ത്രീകൾ നയിക്കാനെത്തുന്നു, ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും. മറ്റ് വാർത്തകളിലേക്ക് പോകാം. മമ്മൂട്ടി തന്നെ വിളിച്ചു സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണെന്ന് സാന്ദ്ര തോമസ്. മനസ്സ് തകർന്നു നിൽക്കുമ്പോൾ ആ നിലപാട് അതീവ പ്രയാസമുണ്ടാക്കി. എപ്പോഴും പ്രതികരിക്കുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കാൻ നടക്കുന്നവരാണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നത് അവരുടെ നിലപാടാണ്. ഹേമ കമ്മിറ്റിക്ക് ശേഷവും ലൈംഗിക അതിക്രമങ്ങളും കാസ്റ്റിംഗ് കൗച്ചും മലയാള സിനിമയിൽ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ അതിന് പുതിയ രീതികളാണെന്നും സാന്ദ്ര തുറന്നടിച്ചു. Q18-ലായിരുന്നു സാന്ദ്രയുടെ പ്രതികരണം. മമ്മൂട്ടി വിളിച്ചു, മമ്മൂട്ടിക്കെതിരെ പറഞ്ഞു, അങ്ങനെ മമ്മൂട്ടിക്കെതിരെ ഒക്കെ പറയാൻ സാന്ദ്ര എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. പിന്നെ കുറെ കമന്റുകളൊക്കെ മമ്മൂട്ടി ഇതിനകത്തേക്ക് വലിച്ചിട്ടു, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചവരുണ്ട്. എന്നോടൊരു ചോദിച്ച ചോദ്യമാണ്. ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും ഉന്നത പൊസിഷനിലിരിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും, ഈ 2 വ്യക്തിത്വങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഈ 2 വ്യക്തികൾ എന്നെ വിളിച്ചിരുന്നോ, അവരിതിനെ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണോ ഉണ്ടായത് അത് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ വെള്ളം കലർത്തിയിട്ടില്ല, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതൊരു റൈറ്റ് ടൈമിലല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത്. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിനകത്തും, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷയത്തിനകത്തും പ്രതികരിക്കില്ല, അല്ലെങ്കിൽ വളരെ സേഫർ സോണിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ് മെഗാ സൂപ്പർ താരങ്ങൾ എന്നാണ് അതവരുടെ നിലപാട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നിലപാട്. അവർക്കത് സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ പ്രതികരിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഇതുപോലെ വിളിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. അതവരുടെ നിലപാടാണ്. അതിൽ ചോദ്യം ചെയ്യാൻ നമ്മളാരും അല്ലല്ലോ. ഈ ഹേമ കമ്മിറ്റി എന്തായാലും ഈ കറക്റ്റ് 1 വർഷം ആവുന്ന സമയം സെക്ഷൽ ഹറാസ്മെന്റും കാസ്റ്റിംഗ് കൗച്ചും മലയാള സിനിമയിൽ അവസാനിച്ചോ? ഇല്ല, അവസാനിച്ചിട്ടില്ല. അത് രീതി മാറിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പഴയ രീതിയല്ല, പുതിയ രീതികൾ മാറുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഒരു സേഫ് സ്പേസ് ആയിട്ടില്ല.
ആലപ്പുഴയിൽ ലഹരി വിൽക്കുന്നത് സ്കൂൾ കുട്ടികൾ. പോലീസ് പിടിയിലായ 17-കാരൻ ന്യൂസ് 18നോട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തി. ശനിയാഴ്ച ദിവസം മാത്രം തന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം 100-ലേറെയാണെന്ന് പറയുന്നു ഈ യുവാവ്. പാക്കറ്റ് ഒന്നിന് 500 രൂപയ്ക്കാണ് വിൽപ്പനയെന്നും കഞ്ചാവ് വിറ്റാൽ പകരം ലഭിക്കുക ഉപയോഗിക്കാനുള്ള കഞ്ചാവ് മാത്രമാണെന്നും ഈ 17-കാരൻ തുറന്നു പറഞ്ഞു. മകനെ ഏജന്റായി ഉപയോഗിക്കുന്നുവെന്ന് ഈ കുട്ടിയുടെ അമ്മയും സ്ഥിരീകരിക്കുന്നു. വിദ്യാർത്ഥിയുടെ ലഹരി വിൽപ്പനയെയും ഉപയോഗത്തെയും കുറിച്ച് പരാതി നൽകിയതും അമ്മയാണ്. കുട്ടിയെ സൗഹൃദം നടിച്ച് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച അയൽവാസിയെക്കുറിച്ചുള്ള വിവരം ഇവർ പോലീസിന് കൈമാറി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അപ്പോൾ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാൽ എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്നത് നേട്ടമാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതായത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂട്ടത്തോടെ നിൽക്കുന്ന രക്ഷകർത്താക്കളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മക്കൾ തന്നെ രക്ഷകർത്താക്കളുടെ മുൻപിൽ വെച്ച് വിവരങ്ങൾ പോലീസിനോട് സ്ഥിരീകരിച്ചതോടെ ബോധരഹിതരായി വീണ രക്ഷകർത്താക്കളെ വരെ കണ്ടു. അത്തരത്തിൽ ഒരമ്മ തന്റെ മകനെ ക്യാരിയറായി ഇവർ ലഹരി മാഫിയ ഉപയോഗിക്കുന്നു, കഞ്ചാവ് വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം നമ്മളോട് സ്ഥിരീകരിക്കാൻ തയ്യാറായി. ഇതിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിലെ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തന്നെ കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവം അല്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കൗൺസിലിങ്ങിലൂടെ കുട്ടികളെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം പോലീസ് പങ്കുവെക്കുമ്പോൾ പോലും ഇതൊരു വലിയ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നുള്ളതാണ്. കുട്ടിയുടെ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ ആ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്ത അവസ്ഥയിലാണ്. ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മോചനം നേടണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ലഹരി മാഫിയയുടെ കണ്ണികൾ ഇവരുടെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ച രക്ഷകർത്താവിനെ ഉൾപ്പെടെ അപായപ്പെടുത്തുമോ, കുട്ടിയെ ഉൾപ്പെടെ അപായപ്പെടുത്തുമോ എന്നുള്ള നല്ല ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പോലീസും എല്ലാം ഒരുമിച്ച് ഇടപെട്ടാൽ മാത്രമേ ഈ വിഷയം പരിഹരിക്കാനായി കഴിയുകയുള്ളൂ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിദ്യാർത്ഥികളെ ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന വാർത്ത പുറത്തു കൊണ്ടുവന്ന് ന്യൂസ് 18 കേരളത്തെ അഭിനന്ദിച്ചു മന്ത്രി എം. ബി. രാജേഷ്. വെളിപ്പെടുത്തൽ ഗൗരവത്തോടെ അന്വേഷിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വെളിപ്പെടുത്തൽ നടത്തിയ 17-കാരന്റെ അമ്മയെ അഭിനന്ദിക്കുന്നു. സ്കൂൾ പരിസരങ്ങളിൽ മഫ്റ്റിയിലുള്ള പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് 18 ഇങ്ങനെ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ടിലൂടെ ഈ കാര്യം പുറത്തു കൊണ്ടുവന്നതിന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ജാഗ്രത എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാധ്യമങ്ങളുടെ, അതുപോലെ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവരുടെ ഭാഗത്തു നിന്ന് ജാഗ്രത ഉണ്ടാവണം. എക്സൈസും പോലീസും സർക്കാരും സ്വീകരിക്കുന്ന നടപടികളോടൊപ്പം തന്നെ ഈ ജാഗ്രതയും ഉണ്ടാവണം. അതിനെ സഹായിക്കും എക്സൈസിന്റെയും പോലീസിന്റെയും ഇടപെടലുകളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നടത്തിയതുപോലുള്ള ഇടപെടലുകൾ. ഞാൻ ആ അമ്മയെയും അഭിനന്ദിക്കുകയാണ്. കാരണം അത് തുറന്നു പറയാൻ ഇതുപോലെ രക്ഷിതാക്കൾ മുന്നോട്ട് വരണം. പലപ്പോഴും നമ്മൾ കാണുക അത് മറച്ചു വെക്കാനോ മൂടി വെക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങളാണ്. പിന്നെ ചോദിച്ചതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ശ്രമങ്ങൾ അതീവ ജാഗ്രതയോടെ തുടരണം. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തുടരണം എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. നമ്മൾ മയക്കുമരുന്ന് എന്ന മാരകമായ സാമൂഹിക വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേരുകൾ മുഴുവൻ പിഴുതെറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. നിങ്ങളുടെ തന്നെ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ ഡി ഹണ്ടും ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും പോലീസിന്റെ എക്സൈസിന്റെയും പ്രത്യേക ഓപ്പറേഷനുകൾ ആരംഭിച്ചപ്പോൾ ഇവര് രീതി മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്കൂൾ പരിസരങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി. മഫ്റ്റിയിലുള്ള നിരീക്ഷണമുണ്ട്. പിന്നെ സംശയിക്കുന്നവരുടെ പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഡേറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതികളുടെ സംശയിക്കുന്നവരുടെ പട്ടിക വേറെയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നതിന്റെ ഒരാവശ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാക്കെയർ സ്റ്റോറുകൾ
കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് സ്കൂളുകളിൽ ആരംഭിച്ചു. കേരളത്തിൽ ഇപ്പോൾ 500ഓളം സ്കൂളുകളിൽ ആരംഭിച്ചു. 1000 എണ്ണമാണ് ഇപ്പോൾ ഉടനടി ലക്ഷ്യമിടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പലപ്പോഴും മറ്റു പല ആവശ്യങ്ങൾക്ക് കുട്ടികൾ പുറത്തിറങ്ങേണ്ടി വരുമ്പോഴൊക്കെയാണല്ലോ ഇത്തരം വലയിലൊക്കെ പോയി പെടുന്നത്. അപ്പൊ അത് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഒരു വഴി അടയുമ്പോൾ അവർ മറ്റു വഴി തുറക്കുന്നുള്ളത് സംശയമില്ല. കാരണം ഇത് ആഗോളമായിട്ട് തന്നെ നോക്കിയാൽ ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ ബിസിനസ് ആണല്ലോ. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അപ്പോ പല വഴികൾ തുറക്കാൻ അവർ ശ്രമിക്കും. എല്ലാ വഴികളും അടയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം. എല്ലാ വഴികളും അടയ്ക്കാൻ സർക്കാരിന്റെയും ഏജൻസികളുടെയും നേതൃത്വത്തിൽ സമൂഹമാകെ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കണം. മറ്റഭിപ്രായ ഭേദങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് നടത്തേണ്ട യുദ്ധമാണ്. ഒരുമിച്ച് മാത്രം ജയിക്കാൻ കഴിയുന്ന യുദ്ധവുമാണ്. ശക്തമായ ആക്ഷനിലൂടെ മാത്രമേ ലഹരി വ്യാപനം തടയാനാകൂ എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും വൻതോതിൽ നമ്മുടെ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്നുള്ളത് പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ സ്കൂളുകളിലും കുട്ടികളെ തെരഞ്ഞെടുത്ത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഏതായാലും അവരെ തുറന്നു പറഞ്ഞത് നന്നായി. ഇത് ഈ കുട്ടി ആർക്കൊക്കെ ഇത് കൊടുക്കുന്നു എന്നുള്ളത് കൂടി കണ്ടെത്തി ഇത് അതിന്റെ വേരറക്കാൻ നടപടി സ്വീകരിക്കണം. ചില സ്ഥലങ്ങളിൽ പോലീസും ഈ ഈ ഡ്രഗ് മാഫിയയുമായി കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനം സാമ്പത്തികമാണ്. അപ്പൊ അങ്ങനെ വരുന്ന നടപടികൾ ഫലപ്രദമായി നേരിടേണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് കണ്ടെത്തി പോലീസിനെ അറിയിച്ച് പോലീസിലൂടെ ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കേരളം ഒരു പ്രധാന അജണ്ടയായി ഏറ്റെടുക്കേണ്ട കാര്യമാണ്. ഇതൊരു കൊളംബിയ ആകാൻ പാടില്ല, പഞ്ചാബ് ആകാൻ പാടില്ല. നമ്മുടെ വരും തലമുറകളെ നാശത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അതിനെ തടയാനുള്ള നടപടികൾക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തണം, എന്നാലേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രകടന പദ്ധതിയിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചേർന്ന് ഇതിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷങ്ങൾ. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് രാജ്യം. ആണവായുധം കാട്ടിയുള്ള ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധു നദീ കരാറിൽ പുനരാലോചനയില്ലെന്നും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ ആവർത്തിച്ചു. സ്വയം പര്യാപ്തതയിലൂന്നിയായിരുന്നു വികസിത ഭാരതത്തിലേക്കുള്ള നയം മോദി വ്യക്തമാക്കിയത്. 103 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗം ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യ ദിന പ്രസംഗം എന്ന റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു. दो Mi-17 हेलीकॉप्टर्स एक राष्ट्रीय ध्वज लिए हुए आपके स्क्रीन पर फूलों की वर्षा करता हुआ. ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത പ്രഹരമേറ്റിട്ടും പ്രകോപനം തുടരുന്ന പാക് സൈനിക മേധാവി അടക്കമുള്ളവർക്ക് ശക്തമായ താക്കീതായിരുന്നു പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ട പ്രസംഗം. ആണവായുധം കാട്ടിയുള്ള ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ആണവ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ലെന്നും മോദി പറഞ്ഞു. പഹൽഗാമിൽ മതം ചോദിച്ച് നിഷ്കളങ്കരെ വകവരുത്തിയതിനുള്ള ഇന്ത്യൻ ജനതയുടെ രോഷപ്രകടനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ऑपरेशन सिंदूर उसी आक्रोश की अभिव्यक्ति है. 22 तारीख के बाद हमने हमारे सेना को खुली छूट दे दी. रणनीति वो तय करे, लक्ष्य वो तय करे, समय भी वो चुने. और हमारी सेना ने वो करके दिखाया जो कई दशकों तक कभी हुआ नहीं था. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന നിലപാട് പറഞ്ഞ മോദി സിന്ധു നദീജലത്തിന്റെ അവകാശം ഇന്ത്യൻ കർഷകർക്കാണെന്നും അടിവരയിട്ടു. खून और पानी
एक साथ नहीं बहेंगे। अब देशवासियों को भली भांति पता चला है कि सिंधु का समझौता कितना अन्यायपूर्ण है, कितना एक तरफा है। भारत से निकलती नदियों का पानी दुश्मनों के खेत को सींच रहा है और मेरे देश के किसान, मेरे देश की धरती पानी के बिना प्यासी है। അമേരിക്കയുടെ പിഴത്തീരുവ ഭീഷണിക്കിടെ ഇന്ത്യയുടെ പുതിയ മന്ത്രം സാശ്രയത്വമാണെന്നും മോദി പ്രഖ്യാപിച്ചു. ഡോളറിനെയോ പൗണ്ടിനെയോ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കണം. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ രാജ്യത്തെ യുവാക്കളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി യുവാക്കൾക്കായി തൊഴിൽ പദ്ധതിയും പ്രഖ്യാപിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ RSSനെയും പ്രസംഗത്തിൽ മോദി പുകഴ്ത്തി. सेवा, समर्पण, संगठन और अप्रतिम अनुशासन ये जिसकी पहचान रही है, ऐसा राष्ट्रीय स्वयंसेवक संघ दुनिया का ये सबसे बड़ा NGO है। एक प्रकार से 100 साल का उसका समर्पण का इतिहास है। आज लाल किले की प्राचीर से 100 साल की इस राष्ट्र सेवा की यात्रा में योगदान करने वाले सभी स्वयंसेवकों को आदरपूर्वक स्मरण करता हूं और देश गर्व करता है राष्ट्रीय स्वयंसेवक संघ की इस 100 साल की भव्य समर्पित यात्रा को और हमें प्रेरणा देता रहेगा। ചെങ്കോട്ടയിൽ തുടർച്ചയായി 12ാം സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു മോദിയുടേത്. 103 മിനിറ്റ് പ്രസംഗിച്ചതോടെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗവും ഇത്തവണത്തേതായി. भारत माता की, भारत माता की, वंदे वंदे वंदे। बहुत बहुत धन्यवाद। ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വർഗീയ ശക്തികൾ ജാതിയും മതവും പറഞ്ഞ് ഇന്ത്യ എന്ന വികാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി. ഗവർണർമാർ സർക്കാരിന്റെ പ്രവർത്തനത്തെ തടയുന്നുവെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. ഭരണഘടനാ മൂല്യങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്നും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ലെന്നും മുഖ്യമന്ത്രി. ഭരണഘടന അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിനുള്ള ചില വിശേഷണങ്ങൾ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ മൂല്യങ്ങളാണവ. അവ ഭരണഘടനാ മൂല്യങ്ങളാണ്. നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ്, ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല. ഗവർണറെ ലക്ഷ്യമിട്ടായിരുന്നു കൊല്ലത്ത് മന്ത്രി വി ശിവൻകുട്ടിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ ഗവർണറുടെ പദവിയെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗവർണർ ഒരു നാമമാത്ര തലവൻ മാത്രമായിരിക്കണമെന്നാണ് അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുള്ളത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാം EMS സർക്കാരിനെയും അധികാര ദുർവിനിയോഗം നടത്തിയാണ് പിരിച്ചുവിട്ടത്. ഈ ദിനത്തിൽ നാം ഇതൊക്കെ ഓർക്കണം. പത്തനംതിട്ട കാത്തോലിക് കോളേജ് മൈതാനിയിൽ മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി. ആലപ്പുഴയിൽ സജി ചെറിയാൻ, കോട്ടയത്ത് ജെ ചിഞ്ചുറാണി, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, എറണാകുളത്ത് P രാജീവ് എന്നിവർ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. R ബിന്ദു തൃശൂരും, പാലക്കാട് MP രാജേഷും, മലപ്പുറത്ത് K രാജനും പതാകയുയർത്തി. വയനാട് OR കേളു,
കണ്ണൂർ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കാസർഗോഡ് കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ വിവിധ പാർട്ടി ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദത്തിൽ. മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കർ എന്ന രീതിയിലാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ എക്സ് പേജിൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സവർക്കർ എന്നിവരാണ് പോസ്റ്ററിലുള്ളത്. ഏറ്റവും മുകളിലായിട്ടാണ് സവർക്കറുടെ ചിത്രം. മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അപമാനിക്കുന്ന നടപടിയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റേതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. RSSനെ പുകഴ്ത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് പ്രധാനമന്ത്രി പിന്മാറണമെന്ന് മന്ത്രി GR അനിൽ. മതേതരത്വം നിലനിർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. വിഭജനത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ഉയർത്തുന്നത് എന്തിനാണെന്നും മന്ത്രി ചോദിച്ചു. RSS വിധേയർ VC-മാരാകുന്നുവെന്ന് മന്ത്രി R. ബിന്ദു. VC നിയമനം ഗവർണറുടെ ഏകപക്ഷീയ തീരുമാനം ആണെന്നും കോടതി വിധികൾ ഗവർണർ അവഗണിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഗവർണർക്ക് സർക്കാർ കത്ത് നൽകും. സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് VCയെ നിയമിക്കണമെന്നും മന്ത്രി R. ബിന്ദു ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? അലാസ്കയിലെ ആങ്കറേജ് നഗരത്തിൽ സമാധാന ഉടമ്പടി ഉണ്ടാകുമോ? ഈ ചോദ്യത്തിലേക്കാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക ചർച്ച നാളെ പുലർച്ചെയാണ്. റഷ്യ യുക്രൈൻ ബന്ധം മെച്ചപ്പെടുത്താനും യുദ്ധം അവസാനിപ്പിക്കാനും നിരുപാധിക വെടിനിർത്തലിന് പുടിൻ തയ്യാറാകാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. Meeting with President Putin tomorrow. I think it's going to be a good meeting, but the more important meeting will be the second meeting that we're having. We're going to have a meeting with President Putin, President Zelensky, myself, and maybe we'll bring some of the European leaders along, maybe not. I don't know that it's going to be very important. We're going to see what happens. And I think President Putin will make peace. I think President Zelensky will make peace. We'll see if they can get along. And if they can, it'll be great. You know, I've solved 6 wars in the last 6 months, a little more than 6 months now, and I'm very proud of it. I thought the easiest one would be this one. It's actually the most difficult. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ട്രംപ് പറഞ്ഞു നിർത്തുന്നത് ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമായിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാചകങ്ങളിൽ പറഞ്ഞു നിർത്തുന്നത്. പക്ഷേ അതത്ര എളുപ്പമായിരിക്കുമോ? ട്രംപിന് മുന്നിൽ നൊബേൽ സ്വപ്നങ്ങൾ അടക്കമുണ്ട്. പക്ഷേ ഒരു നിരുപാധിക വെടിനിർത്തലിന് പുടിൻ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അതിന്റെ ബാക്കിയായി ഇന്ത്യയുടെ വ്യാപാര തീരുവ അടക്കമുള്ള കാര്യങ്ങളുമുണ്ടല്ലോ. എത്രത്തോളം പ്രധാനമാണ് അലാസ്കയിൽ നിന്ന് വരാനിരിക്കുന്ന തീരുമാനങ്ങൾ?
ശ്രീജ, പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അലാസ്കയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 1 മണിക്കാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷയാണ് ഇപ്പോൾ അലാസ്കയിൽ മുഴുവൻ വിന്യസിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും 2 തരത്തിലുള്ള പ്രതിനിധികൾക്കും നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തും റഷ്യയുടെ ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഇരു പ്രതിനിധി സംഘങ്ങളും അതുപോലെ തന്നെ പ്രസിഡന്റുമാരും യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ വിൻഡോ ഒരിക്കലും തുറക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് അനുവദിച്ച വാഹനങ്ങളിൽ തന്നെ യാത്ര ചെയ്യണം, അനുവദിച്ച റൂട്ടിൽ തന്നെ യാത്ര ക്രമീകരിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ 10 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മീറ്റിംഗ് നടക്കുന്ന റൂമിന് പുറത്തുണ്ടാകും. അതുപോലെ തന്നെ റഷ്യയുടെ 10 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇവിടെ വിന്യസിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പിന്നെ പുടിനുമായിട്ടുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയായിരിക്കും ആദ്യം നടക്കുന്നത്. രണ്ടുപേര് മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ സംസാരിക്കുന്നത്. ഇതിന് ശേഷം 5 അംഗ പ്രതിനിധി സംഘങ്ങളുടെ കൂടിക്കാഴ്ചയായിരിക്കും. റഷ്യയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും 5 അംഗങ്ങൾ വീതമുള്ള പ്രതിനിധി സംഘങ്ങളുടെ കൂടിക്കാഴ്ച ഇതിന് ശേഷം നടക്കും. തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന അത്താഴ വിരുന്നുമുണ്ടാകും. അതിനുശേഷം ഇന്ത്യൻ സമയം നാളെ രാവിലെ 5 മണിക്ക് 2 പ്രസിഡന്റുമാരും സംയുക്ത വാർത്താ സമ്മേളനവും നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുള്ളത് വളരെ നിർണായകം എന്നാണ്. ഇങ്ങനെ 2 വാക്കുകളാണ്, ഹൈ സ്റ്റേക്സ് എന്ന് പറഞ്ഞ് 2 വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയിട്ടുള്ള ഒരു സ്വകാര്യ അഭിമുഖത്തിൽ, ഒരു റേഡിയോയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ചർച്ച പരാജയപ്പെടാൻ 25% സാധ്യതയുണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിൻ്റെ നൊബേൽ സ്വപ്നങ്ങൾക്കെല്ലാം വളരെ നിർണായകമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 5 യുദ്ധം താൻ തടഞ്ഞു നിർത്തി എന്നാണ് ട്രംപ് ഇന്ന് രാവിലെ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ യുദ്ധം തുടങ്ങി വെച്ചത്, റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണം പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്നും താൻ അധികാരത്തിൽ ഇരുന്നുവെങ്കിൽ ഈ യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇത് പരാജയപ്പെട്ടു. തുടർന്ന് യുക്രൈൻ അമേരിക്ക നൽകിയിരുന്ന ചില സഹായങ്ങൾ ഉൾപ്പെടെ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുടിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള വ്ളാഡിമിർ പുടിൻ്റെ ഒരു സംഭാഷണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് പുടിൻ പറയുകയുണ്ടായിരുന്നു. ഇത് തന്നെയാണ് പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ യുക്രൈനെയും ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച പ്രധാനമായിട്ടും റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളായിരുന്നു ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ട്രംപ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇപ്പോൾ പുടിൻ ട്രംപിനെ അഭിനന്ദിച്ച് സംസാരിച്ച ഈ ഘട്ടത്തിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അത് റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് വഴിമാറുമോ എന്നുള്ള ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ യുക്രൈനുമുണ്ട്. യുക്രൈൻ ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപിൻ്റെ ഒരു സജഷൻ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരുന്നു. യുക്രൈൻ്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ചർച്ചയ്ക്കും യുക്രൈൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുടിൻ ട്രംപിനെ അഭിനന്ദിക്കുന്നുവെങ്കിലും പുടിനും തൻ്റെ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. യുക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും റഷ്യ അംഗീകരിക്കില്ല. അതുപോലെ തന്നെ റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യങ്ങളും പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ 2 രാജ്യങ്ങളും യുക്രൈനും റഷ്യയും നിലപാട് കടുപ്പിക്കുമ്പോൾ ചർച്ച പരാജയപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ട്രംപ് വിരുദ്ധ ചേരിയിലുള്ള അമേരിക്കൻ പക്ഷക്കാരും ഉൾപ്പെടെ ഈ ചർച്ച പൂർണ്ണമായിട്ടും പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പ്രധാനമായിട്ടും ഇത്തരം ചർച്ചകൾ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ തൻ്റെ വരുതിയിൽ വരാത്ത രാജ്യങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാനാണ് പ്രധാനമായിട്ടും ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോൾ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ചർച്ച ഇന്ത്യയെ നിർണായകമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ചർച്ച പരാജയപ്പെട്ടാൽ അത് ഇന്ത്യക്കും ദോഷകരമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രീജ, ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എല്ലാ കണ്ണുകളും അലാസ്കയിലേക്കാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിക്ക് ശേഷമായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. നിർണായക തീരുമാനങ്ങളാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.
ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60ആയി. 100ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ആശുപത്രിയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നിരവധി പേരെ കാണാതായതാണ് വിവരം. ജമ്മു കശ്മീർ പോലീസ്, SDRF, CISF, CRPF, സൈന്യം എന്നിവർ രക്ഷാപ്രവർത്തനത്തിനായി പ്രദേശത്തുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടെയാണ് കിഷ്ത്വാറിലെ ചസോത്തി മേഖലയിൽ മേഘവിസ്ഫോടനമുണ്ടായത്. തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി. ഇന്നലെയാണ് രജനീകാന്ത് ചിത്രം കൂലി തിയേറ്ററുകളിൽ എത്തിയത്. ഇന്നിപ്പോൾ ഇതാ ചിത്രം ഓൺലൈനിൽ റിലീസായി 24 മണിക്കൂറിനകം ചിത്രം ടെലഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെത്തി. തമിഴ് റോക്കേഴ്സ്, മൂവി സ്റ്റാർ തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ HD ഫോർമാറ്റിൽ വരെയുള്ള കോപ്പികൾ പുറത്തുവന്നു. കോപ്പിറൈറ്റ് നിയമപ്രകാരം 2 ലക്ഷം രൂപ വരെ ഫൈൻ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിലും വമ്പൻ റിലീസുകൾ വരുമ്പോൾ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ വ്യാജ പ്രിന്റ് പുറത്തുവരുന്നത് ചിത്രത്തെയും സിനിമാ മേഖലയെയും മോശമായി ബാധിക്കുകയാണ്. 400 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം തമിഴ് സിനിമയിൽ ഏറ്റവും വേഗമേറിയ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രമായി മാറിക്കഴിഞ്ഞു. PV അൻവറുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചെന്ന് ADGP അജിത് കുമാറിന്റെ മൊഴി. പ്രശ്നപരിഹാരത്തിന് അൻവറുമായി ചർച്ച നടത്തി. അൻവറിന് വിരോധത്തിനു പുറമെ പോലീസിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടെന്നും അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിച്ച വിജിലൻസ് സംഘത്തിന് മുമ്പാകെ അദ്ദേഹം നൽകിയ മൊഴിയുടെ പകർപ്പാണ് പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവറിന് തന്നോടുള്ള വൈരാഗ്യമാണ് ഈ ആരോപണങ്ങൾക്കും തനിക്കെതിരെയുള്ള അന്വേഷണത്തിനുമൊക്കെ ഇടയാക്കിയതെന്ന അജിത് കുമാർ ആരോപിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും അൻവർ പറഞ്ഞത് ചെയ്തു കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല, അത് നിയമാനുസൃതമായിരുന്നില്ല. ചില കാര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കുകയും പക്ഷേ അതിനുശേഷവും അദ്ദേഹം നിരന്തരം ആവശ്യം ഉന്നയിച്ചു. അങ്ങനെയാണ് തനിക്കെതിരെ ആരോപണവുമായി അൻവർ രംഗത്ത് വരുന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ നിർദ്ദേശിച്ചത് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലും അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് പട്ടത്തൊരു വീട്ടിൽ വെച്ച് തന്റെ സുഹൃത്ത് മുജീബിനൊപ്പം PV അൻവറെ കണ്ടു എന്നാണ് അജിത് കുമാർ പറയുന്നത്. അതിനുശേഷവും പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടായില്ല. അതിനുശേഷവും അദ്ദേഹം നിരവധി ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചു. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസിലെ ഉന്നതരുടെ സഹായവും ഉണ്ട് എന്ന ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് PV അൻവറിന് രേഖകൾ, അത് ചിലതൊക്കെ ശരിയായ രേഖകൾ, ചിലതൊക്കെ വ്യാജ രേഖകൾ, ഇതൊക്കെ നൽകിയത് പോലീസിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറയാതെ അത്ര ഒരു ആരോപണം കൂടി അജിത് കുമാർ ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അത് തന്റെ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമെന്നാണ് അജിത് കുമാറിന്റെ ആരോപണം. അനധികൃത സ്വത്ത് സമ്പാദനം ഒരു ഘട്ടത്തിൽ താൻ നടത്തിയിട്ടില്ല. കൃത്യമായ രേഖകളുണ്ട് തന്റെ എല്ലാ സമ്പാദ്യത്തിനും. അത് ഭാര്യയുടെ കുടുംബത്തിലൂടെ ലഭിച്ച സമ്പാദ്യമാണെങ്കിലും അല്ലെങ്കിൽ താൻ വാങ്ങിയ ഭൂമിയുടെയും ഫ്ളാറ്റിൻ്റെയും ഒക്കെ കാര്യമാണ്. ഇതെല്ലാം ബാങ്ക് ഇടപാടുകളിലൂടെയാണ്. തനിക്ക് ഒരു അനധികൃത സമ്പാദ്യവുമില്ല. തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന വാദമാണ് അജിത് കുമാർ ഈ മൊഴിയിൽ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട്, വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത്. ഈ റിപ്പോർട്ട് കൂടി ഇദ്ദേഹത്തിന് മൊഴി കൂടി പരിഗണിച്ചുകൊണ്ടാണ് അന്ന് കോടതി കാര്യങ്ങൾ തീരുമാനിച്ചത്. ഏതായാലും അജിത് കുമാർ പൂർണ്ണമായും ഇത് PV അൻവറിനും അതുപോലെ തന്നെ തൻ്റെ സഹപ്രവർത്തകരുടെയും ഗൂഢാലോചനയാണ് പിന്നിലെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. PV അരുൺ നൽകിയ റിപ്പോർട്ടാണ് കണ്ടത്. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ. അജിത് കുമാർ RSSനും കേന്ദ്ര സർക്കാരിനും വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്. യൂട്യൂബർ വയർലെസ് ചോർത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. തന്നെ MR അജിത് കുമാർ ചതിക്കുകയായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണമെന്നും അൻവർ പറഞ്ഞു. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കടുത്ത അതൃപ്തിയിൽ സമിതിയിലെ മറ്റംഗങ്ങൾ. 3 അംഗ സമിതിയിലെ ചെയർമാൻ ഒഴികെയുള്ള മറ്റ് അംഗങ്ങളാണ് KPCC നേതൃത്വത്തെ ഉൾപ്പെടെ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്. പാലോട് രവിയുടെ ഫോൺ സംഭാഷണ വിവാദത്തിലടക്കം കൂടിയാലോചനകൾ ഇല്ലാതെ അധ്യക്ഷൻ ഏകപക്ഷീയമായി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ അഴകേശൻ, ഡോക്ടർ ആരിഫ സൈനുദ്ദീൻ എന്നിവർ അംഗങ്ങളുമായ അച്ചടക്ക സമിതിക്ക് 2021 KPCC നേതൃത്വം രൂപം നൽകിയത്. പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളിൽ നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അച്ചടക്ക സമിതി രൂപീകരിച്ചത്. ആര്യടൻ ഷൗക്കത്തും നിലമ്പൂർ DCC ഭാരവാഹികളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളിലടക്കം 1 വർഷം മുമ്പ് നിർണായക ഇടപെടൽ നടത്തിയത് അച്ചടക്ക സമിതിയായിരുന്നു. അതിനിടെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി തല അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചതു മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏകപക്ഷീയമായി അന്വേഷണ റിപ്പോർട്ട് കൈമാറുകയാണെന്നാണ് ആക്ഷേപം. ഇതിന് പിന്നാലെയാണ് പാലോട് രവിയുടെ DCC അധ്യക്ഷ സ്ഥാനം തെറിപ്പിച്ച വിവാദ ഫോൺ സംഭാഷണത്തിലും അന്വേഷണത്തിന് അച്ചടക്ക സമിതിയെ ചുമതലപ്പെടുത്തിയത്. സമിതി ചെയർമാനായ തിരുവഞ്ചൂർ അച്ചടക്ക സമിതിയിലെ മറ്റ് 2 അംഗങ്ങളുമായി ഫോണിൽ പോലും കൂടിയാലോചന നടത്താതെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തിന് കൈമാറിയതോടെയാണ് സമിതി അംഗങ്ങളുടെ അതൃപ്തി മറനീക്കിയത്. പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതെ അംഗങ്ങൾ KPCC നേതൃത്വത്തെ വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് തോരായിക്കടവ് പാലം തകർച്ചയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി. KSU സംസ്ഥാന കമ്മിറ്റി അംഗം AK ജാനിബാണ് പരാതി നൽകിയത്. 24 കോടി രൂപ ചെലവാക്കുന്ന പദ്ധതിയിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. കരാർ കമ്പനിക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കോഴിക്കോട് തോരായിക്കടവ് പാലം തകർച്ചയിൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകും. പാലം നിർമ്മാണം വൈകാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ അടിയന്തരമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KRFB PMU പ്രൊജക്ട് ഡയറക്ടർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി. കിഫ്ബി ഫണ്ടായതുകൊണ്ട് KRFB ആണ് ഇതിന്റെ വർക്ക് നടത്തുന്നത്. റിപ്പോർട്ട് ലഭിച്ച് അതിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ആവർത്തിക്കുന്നില്ല, അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സന്ധിയും ചെയ്യാത്ത നിലപാടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ കർക്കശ നിർദ്ദേശം നൽകുന്നു. ഇതിന് പ്രത്യേക പരിശോധന നടത്താറുണ്ട്. എന്നിട്ടും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനോട് കോംപ്രമൈസ് ചെയ്യുക? ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അല്ല, പാലം പണി വൈകരുത്. പക്ഷേ ഈ വിഷയത്തിൽ ആ പാലം അവിടെ ഒരു ജനങ്ങളുടെ ഒരു ദീർഘകാലത്തെ സ്വപ്നമാണ്. അത് പദ്ധതിക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല. ഈ പാളിച്ച എന്നുള്ളത് പരിശോധിക്കും. പദ്ധതിക്ക് ഒരു കുഴപ്പം പറ്റില്ല. ആലപ്പുഴ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതാണെന്ന നാട്ടുകാരി ശശികലയുടെ ന്യൂസ് 18നോടുള്ള നിർണായക വെളിപ്പെടുത്തലിൽ കൂടുതൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. ശശികലയിൽ നിന്നും ക്രൈംബ്രാഞ്ച് കൂടുതൽ വിവരങ്ങൾ തേടി. ബിന്ദു വീട് വിൽപ്പന നടത്തിയ ദല്ലാളായ സോഡ പൊന്നപ്പനാണ് സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് ശശികലയോട് പറഞ്ഞത്. ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്ന 4 വർഷം മുൻപുള്ള ശബ്ദരേഖ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഒരിടവേള കൂടി. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ
വീണ ജോർജിനോട് 2 മാസമായി വേതനം ലഭിക്കാത്തതിനെക്കുറിച്ച് പരാതി പറഞ്ഞ് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. സംഘം ചേർന്ന് കലാപത്തിന് ശ്രമം നടത്തിയെന്നാണ് കേസ്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രിയോട് സങ്കടം പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് കേസ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ചയാണ് മന്ത്രി വീണ ജോർജ് എത്തിയത്. ഉദ്ഘാടന ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ്പ അതിജീവിതയെ സന്ദർശിച്ചു മടങ്ങുമ്പോഴാണ് HDSന് കീഴിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾ മന്ത്രിയോട് 2 മാസമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി പറഞ്ഞത്. ജീവനക്കാർ മന്ത്രിയെ കാണുന്നത് CPM നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. ആശുപത്രി വാർഡിന്റെ വരാന്തയിൽ വെച്ചും ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചിലർ വേതനം ലഭിക്കാത്തതിന്റെ വിഷമം മന്ത്രിയെ ധരിപ്പിച്ചു. ചിലർ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ കരഞ്ഞു പറഞ്ഞു. ശുചീകരണ തൊഴിലാളികളാണ് ആദ്യം മന്ത്രിയെ കണ്ടത്. പിന്നാലെ നഴ്സുമാരും നഴ്സിംഗ് അസിസ്റ്റന്റ്മാരും സങ്കടവുമായി എത്തി. മന്ത്രി വേഗത്തിൽ പോകാൻ ഒരുങ്ങിയതോടെ മന്ത്രിയെ കാണണമെന്ന ആവശ്യവുമായി ജീവനക്കാർ ബഹളം വെച്ചു. ഇതോടെ ജീവനക്കാരെ തടയുന്ന രീതിയിൽ CPM പ്രവർത്തകരും രംഗത്തെത്തി. പിന്നാലെ മടങ്ങാൻ തുടങ്ങിയ മന്ത്രിക്ക് പിന്നാലെ ജീവനക്കാർ ഓടിയെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. ഈ സംഭവമാണിപ്പോൾ ജീവനക്കാർക്കെതിരെയുള്ള കേസിലേക്ക് എത്തിച്ചത്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽ രാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടാലറിയാവുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. ജീവനക്കാർ കൂട്ടമായി എത്തി ബഹളം വയ്ക്കുകയും സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നുമാണ് FIR. ന്യൂസ് 18 മലപ്പുറം. താമരശ്ശേരിയിൽ പനി ബാധിച്ചു മരിച്ച 4ാം ക്ലാസ്സുകാരിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തുമ്പോൾ കുട്ടി ആരോഗ്യവതിയായിരുന്നു. നില ഗുരുതരമായ വിവരം അറിയിച്ചപ്പോൾ നഴ്സുമാർ ദേഷ്യപ്പെട്ടതായി കുട്ടിയുടെ അച്ഛൻ സനൂപ് പറയുന്നു. കൃത്യമായ ചികിത്സ നൽകാത്തതാണ് നില വഷളാകാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോരങ്ങാട് ആനപ്പാറ സ്വദേശി അനയെയാണ് മരിച്ചത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ 3 വയസ്സുകാരിക്ക് ചികിത്സ തേടിയെത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവം പങ്കുവയ്ക്കുകയാണ് മലപ്പുറം ഏലംകുളം സ്വദേശിനിയായ ഷെഫീന. ഡോക്ടറും നഴ്സും മോശമായി പെരുമാറിയെന്നും കുഞ്ഞിനോടുള്ള പെരുമാറ്റം വേദന ഉണ്ടാക്കുന്നതായിരുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ മറുപടിയും നൽകിയിരുന്നു. മറ്റാർക്കും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനാണ് താൻ ഈ അനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചതെന്ന് ഷഫീന ന്യൂസ് 18നോട് പറഞ്ഞു. 12-ാം തീയതിയാണ് കുന്നക്കാവ് സ്വദേശിനിയായ ഷഫീന 3 വയസ്സുകാരി മകളുമായിട്ട് പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രിയിലെത്തിയത്. മകൾ വീണ് പരിക്കേറ്റതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയത്. മുഖത്ത് മുറിവുണ്ടായിരുന്നു, സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഷഫീന പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്: വളരെ മോശമായ അനുഭവമാണ് ഡോക്ടറിൽ നിന്നും നഴ്സുമാരിൽ നിന്നും ഉണ്ടായത്. ഒരു ചെറിയ കുഞ്ഞാണെന്ന പരിഗണന പോലും കൊടുക്കാതെയായിരുന്നു ഇവർ ചികിത്സ നൽകിയത്. കുഞ്ഞ് വേദനിച്ച് കരയുകയായിരുന്നു. ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും നൽകിയില്ല. അവസാനം പരാതിപ്പെടേണ്ടി വരും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ഡോക്ടറുടെ പേര് ചോദിക്കേണ്ടി വന്നത്. മറ്റാർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് ഫേസ്ബുക്കിൽ കുറിച്ചതെന്ന് ഷഫീന പറഞ്ഞു. കളിച്ചപ്പോൾ വീണതാണ്, കവിളിൽ മുറിവായി. അപ്പം അങ്ങനെ കാണിക്കാൻ പോയതാണ് ഹോസ്പിറ്റലിൽ. സ്റ്റിച്ച് വേണോ, മുഖത്ത് പാട് വരുമോ, അങ്ങനെയൊക്കെ എനിക്കൊരു ടെൻഷൻ, എന്താ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചത്. അപ്പോൾ അവരത് കറക്റ്റ് പറഞ്ഞു തരുന്നില്ല. ഒരു കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ആകെ നെറ്റിയൊക്കെ ചുളിച്ചൊരു ഭയങ്കര ദേഷ്യത്തിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ഇടൽ നിർബന്ധമുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാർഡായിട്ടാണ് പറയുന്നത്. അങ്ങനെ കുറേ വട്ടം ഞാൻ ചോദിക്കുന്നുണ്ട്. എനിക്കാണ് അവിടുന്ന് ടെൻഷനുണ്ട്, എങ്ങനെ പ്രതികരിക്കണമെന്നും അറിയുന്നില്ല. അവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ കയറിയപ്പോൾ മുതൽ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നതൊക്കെ. കുട്ടിയുടെ എല്ലാം ഇതാക്കുന്നത്. ഡോക്ടർ മുറിവ് നോക്കുമ്പോഴേക്കും ആകെ അമർത്തി ഞെക്കി ഇങ്ങനെ ആരും നോക്കുമായിരിക്കും, പക്ഷെ ഒന്ന് ചിരിച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. അവളാകെ പേടിച്ചിട്ടുണ്ട്. അവൾ പേടിച്ചിങ്ങനെ കരയുകയല്ല, പക്ഷെ ഇങ്ങനെ വിതുമ്പാണ്. അങ്ങനെ ഞാൻ മോളെ എടുത്തത് ഒരു ഭയങ്കര ചീത്ത, ഇത് ചെയ്ത് കഴിയാതെയാണോ എടുക്കുന്നത്, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യണ്ടേ, അല്ല ചെയ്തതിന് കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ പഞ്ഞി വെച്ച് കെട്ടുമ്പോൾ പഞ്ഞി ഇങ്ങനെ വീഴുമ്പോൾ ഞാൻ അതിങ്ങനെ പിടിക്കാൻ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും അവരെൻ്റെ കൈ ഇങ്ങനെ തട്ടി. സിസ്റ്റർ 2 തവണ തട്ടി. അതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് കംപ്ലയിൻറ്റ് ചെയ്യും, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരുടെ ID പേര് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, ആ ചേച്ചിയെ പറഞ്ഞു കംപ്ലയിൻറ്റ് ചെയ്തോന്ന് പറഞ്ഞു.
പാർവതി നേഴ്സിന്റെ. ഷഫീനയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മന്ത്രി വീണ ജോർജിന്റെ മറുപടി വന്നു. എന്താണ് അന്വേഷിച്ചതെന്ന് പരിശോധിക്കാം, അതിനുശേഷം നടപടിയെടുക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതിൽ അതിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ മറുപടി. ഞാൻ ഡോക്ടറോട് പേര് ചോദിച്ചു. അപ്പൊ എന്തിനാണ് പേര് ചോദിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞു പേരറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തിനാ അറിയണം, നിങ്ങൾ അത് എന്തിനാ അറിയണമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടീനെ ചികിത്സിച്ച ഡോക്ടറാണല്ലോ, എനിക്കത് പേരറിയാനുള്ള അവകാശമില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ സയാനയാണ് പേരെന്ന് പറഞ്ഞു. എന്നോട് ഡ്രസ്സ് ചെയ്യാൻ ഇന്നാണ് ചെല്ലാൻ പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് പോകേണ്ടത് ഓർക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. മന്ത്രി ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തപ്പോൾ വലിയ ആശ്വാസം തോന്നി. എന്താണ് തോന്നിയത്? ആശ്വാസം തോന്നി, കാരണം ഒരുപാട് പേര് അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. കാരണം അവരുടെ അവസ്ഥയാണ് അവർ കമന്റ് ഇട്ടത്. അപ്പൊ ഇത് ഒരാളെ എൻ്റെ മാത്രം അവസ്ഥയല്ല, ഒത്തിരി പേര് നേരിടുന്ന പ്രശ്നമാണ്. മന്ത്രിയുടെ മറുപടി വലിയ ആശ്വാസം നൽകുന്നതാണെന്ന് ഷഫീന പറയുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് DMO അന്വേഷണത്തിനും ഉത്തരവ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഷഫീനയുടെ ഭർത്താവ് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് ഇക്കാര്യത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കാമെന്നാണ് DMOയുടെ മറുപടി. എന്നാണെങ്കിലും മറ്റാർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് ഇത്തരം ദീർഘമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടതെന്നും ഇതിൽ മന്ത്രിയുടെയും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയും ഒക്കെ പ്രതികരണത്തിൽ തൃപ്തിയുണ്ടെന്നും ഇനി ആർക്കും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്നും ഷഫീന പറഞ്ഞു നിർത്തുന്നു. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തന്റെ തട്ടിക്കൊണ്ടുപോകലിന് പിറകിൽ ഗൾഫിൽ നിന്ന് കോടതി വിധിയെ തുടർന്ന് നഷ്ടപരിഹാരം നൽകേണ്ടവർ നടത്തിയ ഗൂഢാലോചനയെന്ന പാണ്ടിക്കാട്ടെ പ്രവാസി വ്യവസായി ഷമീർ ന്യൂസ് 18നോട്. കോടതി വിധിയെ തുടർന്ന് ഇന്ത്യൻ രൂപ 2 കോടിയോളം ഇന്ത്യൻ രൂപ ലഭിക്കാനുണ്ട്. ഇത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഗൾഫിൽ നിരവധി ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഷമീർ. ഇദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞ ഓഹരി ഉടമകൾക്കെതിരെ കോടതി വിധിയുണ്ട്. 2 കോടിയോളം ഇന്ത്യൻ രൂപയാണ് ഇവർ ഷമീറിന് നൽകേണ്ടത്. ഈ പണം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. 3 വർഷം മുൻപ് തന്റെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ട ഹംഷീറിന് ഷമീറിനോട് വിരോധമുണ്ട്. ഇടയ്ക്കിടെ ഭീഷണി സന്ദേശങ്ങളും അയക്കാറുണ്ട്. ഇയാളും കൂടി ചേർന്നായിരുന്നു പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും ഹംഷീറാണ് കൃത്യത്തിന് നേതൃത്വം നൽകിയതെന്നും ഷമീർ പറഞ്ഞു. ഹംഷീറിന് അവിടെ നമ്മളൊരു 2022 അവിടുന്ന് കുറച്ചൊരു മിസ്ബിഹേവിയറിന്റെ ജസ്റ്റ് പുറത്ത് ടെർമിനേറ്റ് ചെയ്ത സ്റ്റാഫാണ്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റ് മെയിലിൽ ഇപ്പോൾ കാണിച്ചത് സംബന്ധിച്ച് അതിൻ്റെ ആ റീസണും കാര്യങ്ങളൊക്കെ. ജൂലൈ 1, 2022 ഈ റീസണിൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്. ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാണ്ടിക്കാട് നിന്നും കോട്ടയ്ക്കൽ വഴി ചാവക്കാടേക്കും അവിടെ നിന്നും കൊല്ലത്തേക്കുമാണ് കൊണ്ടുപോയത്. വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചിരുന്നു. ഭക്ഷണവും വെള്ളവും തന്നു. തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. പോലീസ് കൃത്യസമയത്ത് എത്തിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവർക്ക് ഒരു 1-2 കാര്യങ്ങൾ, ആ ഒരു ജസ്റ്റ് കേസ് വിഡ്രോ ചെയ്യണമെന്നായിരുന്നു. ദുബായിലുള്ള ആ കേസ് വിഡ്രോ ചെയ്യണമെന്നില്ലായിരുന്നു. പിന്നെ അവർക്കൊരു എമൗണ്ട്. പ്രതികൾക്കെതിരെ വധശ്രമം, കുറ്റകരമായ ഗൂഢാലോചന, തടങ്കലിൽ വെക്കൽ, സാമ്പത്തിക ലക്ഷ്യം വെച്ച് തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുകയാണെന്നും പെരിന്തൽമണ്ണ DYSP പ്രേംജിത്ത് പറഞ്ഞു. കൂടുതൽ ആളുകൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഇവരെ കൂടാതെ കൂടുതലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഏത് കാരണം കൊണ്ടാണ് ഗൂഢാലോചനയ്ക്ക് കാരണമായത് എന്നുള്ള കാര്യവും അത് അന്വേഷിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കും. ന്യൂസ് 18 മലപ്പുറം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി